ഡോക്ടറെ വരൂ. അച്ഛൻ കുഞ്ഞെ, ഞാൻ പറഞ്ഞ ടെസ്റ്റ് ഒക്കെ ചെയ്തോ? അതിന്റെ റിസൾട്ട് നോക്കട്ടെ റിപ്പോർട്ട്. എല്ലാം കൂടുതലാണല്ലോ. കൊളസ്ട്രോൾ കൂടുതലാണ്, പ്രഷർ ഉണ്ട്, ഷുഗർ ഉണ്ട്. മെയിൻ ആയിട്ട് നിങ്ങൾ തടി കൂടുതലാണ്. നിങ്ങൾ എങ്ങനെ ഭക്ഷണം കൺട്രോൾ ഒന്നും ചെയ്യുന്നില്ല? ഭക്ഷണം ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ. എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്ന രീതി? എന്തൊക്കെയാ നിങ്ങൾ രാവിലെ മുതൽ എന്തൊക്കെയാ കഴിക്കുമെന്ന് പറയും കേക്കട്ടെ. ഞാൻ രാവിലെ നേരത്തെ എണീക്കും, ഒരു 5 മണിയാകുമ്പോ എണീക്കും. എണീച്ചുടനെ ഒരു ഗ്ലാസ് നാരങ്ങ ഒരു നേന്ത്രപ്പഴം രാവിലെ തന്നെ ഒരു 6 മണിയാകുമ്പോ ഒരു ഗ്ലാസ് നാരങ്ങ ഒരു നേന്ത്രപ്പഴം. അതാണ് ഞാൻ തുടങ്ങുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റ് ആയിട്ടായിരിക്കും അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് വളരെ കുറവാണ്. എന്താ കഴിക്കുന്നത്? അത് ഒരു 2 കുറ്റി പുട്ട്. അത് മിനിമം അത് വേണല്ലോ, ഒരാളെ വയറ് നിറയണമെന്നുണ്ടെങ്കിൽ അത് വേണല്ലോ. 2 കുറ്റി പുട്ടും 2 മുട്ട പുഴുങ്ങിയത്, പിന്നെ ഒരു ഗ്ലാസ് പാലും. മധുരം ഇട്ടിട്ട് കുടിക്കാം. എനിക്ക് മധുരം നല്ല വേണം, നല്ല മധുരം വേണം എനിക്ക്. ഉച്ചക്ക് ഭക്ഷണം അയ്യോ, ഉച്ചക്ക് ഒന്ന് അത്ര പിടിച്ചൊക്കെ പറ്റുമോ? ഒരു 11 മണിയാകുമ്പോ ഞാൻ എന്താ വെച്ചാല് പഴംപൊരിയോ വീട്ടില് കെട്ടിയോളം ഉണ്ടാക്കും, പഴംപൊരി ഉണ്ടാക്കും. അങ്ങനെയാണ് ഒരു 4 പഴംപൊരി. പിന്നെ രാവിലത്തെ പുട്ടുണ്ടെങ്കിൽ അതും കൂടി തിന്നും. പിന്നെ തലേന്നത്തെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ ആ കറിയും കൂടി കൂട്ടി, ചിക്കനൊക്കെ ഉണ്ടാവും, അത് കൂട്ടിട്ട് 11 മണിയാകുമ്പോൾ തിന്നു. അപ്പൊ ഉച്ചക്ക് ചോറ് കഴിക്കുന്നില്ല? ഉച്ചക്ക് നല്ലോണം ചോറ് വേണം. അത് എങ്ങനെയാണ്? വെജ് ആണോ കൂടുതൽ കഴിക്കുക? അയ്യേ, വെജ് എനിക്ക് ഇഷ്ടം. എനിക്ക് എന്തെങ്കിലും മീനോ പൊരിച്ചൊക്കെ വേണം. പിന്നെ വൈകുന്നേരം ചായ കുടിക്കോ? വൈകുന്നേരം ചായ കുടിക്കും. വൈകുന്നേരം ചായക്ക് കഴിക്കും. ഒരു 4 പഴം പുഴുങ്ങിയതും. പഴം പുഴുങ്ങിയ എന്താ എനിക്ക് നിർബന്ധം, ചെറുപ്പത്തിലെ ശീലിച്ചോ. 4 പഴം പുഴുങ്ങിയതും പിന്നെ വൈകുന്നേരം എന്തെങ്കിലും കേക്കൊക്കെ ഉണ്ടെങ്കിൽ കേക്കും. അപ്പൊ രാത്രി ഭക്ഷണം ഇല്ല, പിറ്റേന്ന് കഴിക്കുള്ളൂ അല്ലേ? അന്ന് രാത്രി ഉണ്ട്. പിന്നെ രാത്രി എനിക്ക് നല്ലോണം ചോറ് തിന്നണം. ചോറ് രാത്രി കഴിക്കും? ചോറ് ഉണ്ടാവും. ചിലപ്പോ രാവിലത്തെ പുട്ടായിട്ടുണ്ടെങ്കിൽ അതും തിന്നു. ഇത്രയും തിന്നുള്ളൂ, അത്രേ ഉള്ളൂ. വേറെ കൂടുതൽ അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കില്ല. ഞാനിപ്പോ എന്തായാലും 1 മാസത്തിന് മരുന്ന് എഴുതാം. അതിപ്പോ നിങ്ങളെ പിന്നെ കൊളസ്ട്രോള്, പ്രഷർ, ഷുഗർ അതൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു മരുന്ന്. മെയിനായിട്ട് നിങ്ങൾ ഭക്ഷണം നിയന്ത്രിക്കുക, അതാണ് ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടത്. നല്ലോണം ഭക്ഷണം നിയന്ത്രിക്കുക, നല്ലോണം നടക്കുക. ഭക്ഷണം നന്നായി കുറയ്ക്കുക, നല്ലോണം നടക്കുക. അല്ലാണ്ട് എനിക്ക് ഗുളിക വന്നിട്ട് നിങ്ങളെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റൂല കേട്ടോ. ഇതിന്റെ കൂടെ എന്തെങ്കിലും പൊടി കിട്ടും കലക്കി കുടിക്കാൻ മെലിയാൻ വേണ്ടിട്ട്. എന്തെങ്കിലും പൊടി, എന്ത് പൊടി? ഈ ഭക്ഷണത്തിന് കൂടെ മെലിയാൻ വേണ്ടിട്ട്. ഇനിയിപ്പോ അതിന്റെ ഭക്ഷണത്തിന് കൂടെ നിങ്ങൾക്ക് പൊടി കഴിക്കണം. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതും കഴിക്കാനാ? അപ്പൊ അത് തടി പ്രോട്ടീൻ പൗഡർ ആണ് നിങ്ങൾ പറയുന്നത്? അല്ല, അതല്ല, തടി കുറയാൻ ഇങ്ങനെ കലക്കി കുടിക്കുന്ന കുറെ ആൾക്കാർ. അങ്ങനെ മരുന്നൊന്നും ഇല്ല, അതൊന്നും ഇവിടെ കിട്ടൂല. നിങ്ങൾ വേറെ എവിടെയും പോയി ചോദിക്കും. ഇതിപ്പോ ഞാനിപ്പോ നിങ്ങളെ അസുഖത്തിനുള്ള മരുന്ന്, അല്ലാണ്ട് തടി കുറയാനുള്ള മരുന്ന് ഇവിടെ ഇല്ല കേട്ടോ. എന്തെങ്കിലും പൊടി എന്തെങ്കിലും ഉണ്ടാവും ഒന്ന് ഇതിൽ കലക്കി, ഇപ്പൊ മെലിയാനുള്ള പൊടി എന്തെങ്കിലും ഉണ്ടാവും കലക്കി കുടിക്കണ്ട. എന്തെങ്കിലും ഈ പൊടി എന്തെങ്കിലും വെയിറ്റ് കുറയാനുള്ള പൊടി ഉണ്ടല്ലോ, അതെന്തെങ്കിലും ഉണ്ടാവും. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് വേറെ